ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നുണ്ടല്ലോ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർമ്മയിൽ വരുന്നത് മണിച്ചിത്രത്താഴ് സിനിമയല്ലേ. എനിക്കും അങ്ങനെ തന്നെയാണ്. അവിടെ പോയപ്പോൾ ഓരോ കോണും മുക്കിലും മൂലയും കാണുമ്പോൾ നമുക്ക് ആ സിനിമയുടെ ഓരോ സീൻസും നമുക്ക് ഓർത്തെടുക്കാം. ഈ തൃപ്പൂണിത്തുറ പാലസിൻ്റെ ഹിസ്റ്ററി എന്താണെന്നോ ഇവിടുത്തെ ചരിത്രം എന്താണെന്നോ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഇവിടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തു, ഈ പോയിന്റിലാണ് അങ്ങനെ ഒരു സീൻ എടുത്തതെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഞാനും ഭയങ്കര ആഗ്രഹിച്ച് പോയതാണ്. കുഴപ്പമില്ല എന്ന് വേണം പറയാൻ. പാർക്കിങ്ങിനും നമ്മുടെ ഒക്കെ സ്പെഷ്യൽ ചാർജ് ഉണ്ട്. ഓരോരുത്തർക്കും 50 രൂപ വേറെ ചാർജ്, ഫോണിന് വേറെ ചാർജ്, പിന്നെ ക്യാമറയ്ക്കൊക്കെ വേറെ ചാർജ് നമ്മൾ പേ ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് മുകളിലേക്ക് എത്തുമ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറി വേണം പോകാനായിട്ട്. നല്ല വെയിലായിരുന്നു. ഞങ്ങൾ പോയത് ഡിസംബർ ആ വെക്കേഷനാണ്. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്നൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് മുകളിൽ വരെ വലിഞ്ഞ് കയറി ചെന്നു. അമ്മയ്ക്കാണെങ്കിൽ കാലുവേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടും പിന്നെ ചെന്നു. മുകളിലേക്ക് കയറി ചെന്നിട്ട് വേണം നമുക്ക് കാണാനായിട്ട്. മുകളിലേക്ക് കയറുമ്പോൾ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമ അതിൻ്റെ തെക്കിനി എവിടെയെന്നായിരുന്നു ഞാൻ ആലോചിച്ച് കിടന്നത്. തെക്കിനി എവിടെ, പക്ഷേ തെക്കിനി കണ്ടില്ല കേട്ടോ. കയറി ചെല്ലുമ്പോഴത്തേക്കും തന്നെ റൂമിൽ ആദ്യം കാണുന്നത് രാജാവിൻ്റെ സിംഹാസനവും കുറേ അങ്ങനത്തെ ചെയറുകളൊക്കെയാണ്. അവിടെയൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചേച്ചി എന്നോട് പറഞ്ഞത് വീഡിയോ അലൗഡ് അല്ല, ഫോട്ടോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന്. അവിടുത്തെയൊക്കെ ഈ ആർട്ട് വർക്ക് കണ്ടു, എന്ത് ഭംഗിയാലേ കാണാനായിട്ട്. ഒരു നിമിഷം അങ്ങനെ അന്തം വിട്ട് നിന്ന് പോയി. അത് കഴിഞ്ഞ് അവിടുന്ന് ഫോട്ടോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ മുമ്പോട്ട് പോയി. അവരുടെ ലിഫ്റ്റ്, അവരുടെ ടൈല് കണ്ടോ, ഈ താഴത്തെ എന്ത് ഭംഗിയാണ്. ഓരോ ഡിസൈൻ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇഷ്ടപ്പെടാത്തത് ഈ ജനലൊക്കെയാണ്. ജനലിൽ പകുതിയും പൊളിഞ്ഞ് അവർ വെറുതെ സ്റ്റിക്കറും പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ ഓരോ റൂമിലേക്ക് നടക്കുമ്പോഴും ഇതുപോലെ ഹിസ്റ്ററിയും ഫോട്ടോസുമാണ്. എല്ലാത്തിൻ്റെയും കഥയും ചരിത്രവും ഫോട്ടോസും. അതും കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. കാരണം കുറേ ദൂരം നടക്കാനുണ്ട്, കുറേ റൂമുകളുണ്ട്. അത് മൊത്തം ഇത് മാത്രമേ ഉള്ളൂ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഫോട്ടോസ്, വെറുതെ എന്തിനാന്ന് ഓർത്തിട്ട് ഞാൻ എടുത്തില്ല. പിന്നെ നടന്ന് മടുക്കുമ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ കാണാനുള്ളത്. കുറച്ച് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഇല്ലെങ്കിൽ വാള്, അവരുടെ ചെയർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുള്ളത്. കുറേ ദൂരം നടന്നെത്തുമ്പോഴാട്ടോ ഇനി വരാൻ പോകുന്നതാണ് ആ കാണുന്നതൊക്കെ. അങ്ങനെ നടന്ന് കിടന്നെത്തിയപ്പോഴാണ് അവിടെ ഒരു റൂമിൽ, അതാണെന്ന് തോന്നുന്നു നമ്മൾ പ്രതീക്ഷ തെക്കിനി, ഈ കൊട്ടാരത്തിൻ്റെ ശരിക്കുള്ള തെക്കിനി. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് അവിടെ കയറാൻ പറ്റിയില്ല. അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. ഒരു 100 പേര് അവിടെ ഉണ്ടായിരുന്നു, ക്യൂ ആയിട്ട് നിൽക്കുക അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിനകത്ത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല, എനിക്കും കയറാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ നടന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. കൊച്ചും അമ്മയും എല്ലാവരും ക്ഷീണിച്ചത് കൊണ്ട് അങ്ങോട്ട് ഇനിയും ക്യൂ നിന്ന് കയറാനുള്ള ക്ഷമ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ റൂമിൽ എന്താ ഉള്ളതെന്ന് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഓർണമെൻറ്റ്സ് ആണോ, കിരീടമാണോ, എന്താണ് അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതെന്ന് അറിയാനായിട്ട് ഭയങ്കര ആകാംക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വേണം അത് അറിയാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ. അത് പോട്ടെ. പിന്നെ ഇതേ കുറേ അമ്പലങ്ങളുടെ മോഡലുകളൊക്കെ ആട്ടോ. അവരിങ്ങനെ തടി കൊണ്ടുണ്ടാക്കിയ കുറേ മോഡലുകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആ റൂമിൽ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ എന്നാലും പോട്ടെ. പുറത്തിറങ്ങി ഞങ്ങൾ പോയത് കുളം കാണാനാണ്. ആ കുളത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ഇടനാഴിയാണ് നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത ഇടനാഴിയിലൂടെ പോകുമ്പോഴാണ് കുളം എത്തുന്നത്. അവിടെ സൈഡിലായിട്ട് അവരുടെ അമ്പലമുണ്ട്, കാവുണ്ട്. അമ്പലത്തിൽ പൂജ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അവരുടെ ഓഫീസ് റൂമൊക്കെ ആയിട്ട് അങ്ങനെ ആ വഴി പോകുമ്പോഴാണ് കുളം എത്തുന്നത്. കുളത്തിൽ മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. കുളം നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുണ്ട്. മറ്റേ 6-ാം തമ്പുരാൻ, അങ്ങനെ ഏതൊക്കെയോ സിനിമയിൽ നമ്മൾ കണ്ടു മറന്ന കുളമാണത്. പക്ഷേ അങ്ങോട്ടും നമുക്ക് ഇറങ്ങാൻ പറ്റൂല. പിന്നെ പോകാൻ ആഗ്രഹിച്ച പാർക്കിലായിരുന്നു. കാരണം കൊച്ചിന് പാർക്കിൽ പോകാൻ മാനിനെ കാണിക്കാമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. പക്ഷേ പാർക്കിൽ പോകാൻ പറ്റിയില്ല. പാർക്കും മെയിൻ്റനൻസ് ആണെന്നും പറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം പാർക്കില്ല, അവിടെ വെള്ളം പോലും കൊടുക്കാനില്ല. ഇതൊക്കെ മോശമല്ലേ. പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാനിനെ കാണാനാണ് പോയത്. അത് അടിപൊളിയായിരുന്നു. കാരണം മാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഫ്രണ്ട്ലി മാൻ. പിന്നെ മാനിന് ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് പുല്ലൊക്കെ പറിച്ചു കൊടുത്തു. എല്ലാവരും പറിച്ച് ആ പുറത്ത് ആ പ്രദേശത്തെങ്ങും പുല്ലില്ലാണ്ടായിട്ടുണ്ട്. മാനൊക്കെ അത് മേടിച്ച് കഴിച്ചോളും, ഒരു കുഴപ്പമില്ല. അവിടെ ആരും ഒന്നിനും വരുന്നില്ല. നമുക്ക് മാനിനെ പുല്ല് കൊടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അവിടെ അടുത്തൊരു ചെറിയ ഷോപ്പുണ്ട്. അവിടെ ലേസ്, സ്നാക്സ് പാക്കറ്റ് ഐറ്റംസ്, പിന്നെ ചെറിയ ജ്യൂസ്, 7up, ഫാൻറ്റ, അങ്ങനെയുള്ള ജ്യൂസൊക്കെ ഉള്ള ഒരു ചെറിയ ഷോപ്പുണ്ട്. ഐസ്ക്രീമും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോരാം. അവിടുത്തെ മറ്റേ മരങ്ങളൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാൻ. നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല തണലാണ്. അവിടെ ഒരു വലിയ ഡൈനോസറിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്. എന്തിനാണോ ഡൈനോസറിൻ്റെ പ്രതിമ എനിക്കറിയില്ല. ഞാൻ കുഞ്ഞിലിവിടെ പോയപ്പോഴും ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തേലും ആട്ടോ, അവിടെ ഇരിക്കട്ടെ അല്ലേ, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. ആ റൂമിൽ എന്താ ഉള്ളതെന്നും കൂടെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ വീണ്ടും എൻ്റെ വീഡിയോ
കാണണം. ഇനിയും ഞാൻ ഇടുന്ന എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ടാറ്റ, ബൈ ബൈ, സി യു. അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാവേ. ബായ്.